സോന, ഇന്നലത്തെ എപ്പിസോഡ് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് കണ്ടു, ഒത്തിരി ആൾക്കാരുണ്ട്. എന്നിട്ട് അവർക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, സോന നന്നായിട്ട് പാടി. താങ്ക് യു. പിന്നെ രണ്ടാമത്, MG അണ്ണൻ പറയുന്ന മറ്റേ ആ കാര്യം എന്തര്, എന്താണ് ആ കാര്യം? എന്താണ് ശരിക്കും എനിക്കും ടെൻഷനായി തുടങ്ങിയപ്പോ. അതൊരു വലിയ സീക്രട്ടാണ്. ശരി, എന്തായാലും സോനയ്ക്ക് അറിയാതെ, പക്ഷെ ഈ എപ്പിസോഡിൽ പൊളിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കും. ടെൻഷൻ തരല്ലേ പ്ലീസ്. ആരോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അലട്ടുന്നുണ്ട് മനസ്സിൽ. ശരി, ഓക്കെ. ഞാൻ എന്തായാലും ഈ എപ്പിസോഡ് എൻ്റെ വരെ ഒന്നിങ്ങനെ വെയിറ്റിംഗ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് സെഗ്മെന്റാണ്. സവാരി ഗിരിഗിരി രാജമാണിക്യം. ഒന്ന് മോഹൻലാലും ഒന്ന് മമ്മൂട്ടി. തുടങ്ങിയാലും നമുക്കിന്ന് തീർച്ചയായിട്ടും. സവാരി ഗിരിഗിരി. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഉദയനാണ് താരം എന്ന ഈ സിനിമയിൽ ആദ്യമായി ശ്രീനിവാസൻ നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്യാൻ വരുന്ന പ്രശസ്ത സംവിധായകൻ ആരാണ്? A. IV ശശി, B. സിബി മലയിൽ, C. ലോഹിതദാസ്. C. ലോഹിതദാസ്. ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ കിടക്കട്ടെ. ഞങ്ങളുടെ പൂട്ടൊരു 1.5 പൂട്ടാണ് കേട്ടോ. അത് സോനയ്ക്ക് അറിഞ്ഞൂടാ. പൂട്ടിയാ പിന്നെ ആര് വന്നാലും കെട്ടഴിക്കാൻ പറ്റില്ല. ഞാൻ മാത്രം വിചാരിച്ചാലേ അത് പറ്റൂ. കാരണം അതിനുള്ള അധികാരം എനിക്ക് തന്നിരിക്കുന്നു. സോനയാണ് ഉത്തരത്തിൽ വരുന്നത്. ഏതെങ്കിലും ഒരു പടം ചോദിച്ചിട്ട് ഞാൻ സോനയെ ഞാനിവിടെ എടുത്തിട്ട് പൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മദ്രാസിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് രീതി ഞാൻ പൂട്ടിക്കളയും. അപ്പോൾ ലോഹിയേട്ടനെ ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, സങ്കല്പിക്കുക, ഡയറക്ടറല്ലേ. ശരി. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് വല്ലാണ്ട് ശല്യപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ ശല്യക്കാരൻ അതല്ല, അത് വേറെ ശല്യം. ഒരാൾ വന്നിട്ട് കുറച്ച് ഡിസ്റ്റർബൻസ് മോഹൻലാൽ പറഞ്ഞ ഡിസ്റ്റർബൻസ് ഇല്ല, എനിക്ക് ഡിസ്റ്റർബൻസ് ഒട്ടും ഇഷ്ടമല്ല. ഡിസ്റ്റർബൻസ് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു. ആദ്യം സ്നേഹമായിട്ട് എന്ത് പറയും? അവന്റെ പേര് കഞ്ചതലാക്ഷമേനോൻ. കഞ്ചതലാക്ഷൻ എന്ന് വിളിക്കും. എന്ത് പറയും? ഞാൻ ചേട്ടാന്ന് തന്നെ വിളിക്കും. കുറച്ചും പ്രായം തോന്നിക്കുന്ന ഒരാളാണ് വിളിക്കാം. ഇല്ല, അങ്ങനെ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരാളല്ലേ, അങ്ങനെയൊന്നും വിളിക്കാറായിട്ടില്ല. ചേട്ടാ പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യല്ല, പ്ലീസ്. എന്തിനാ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണേ? എന്നെ വിട്ടേക്ക് പ്ലീസ്. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അത് ഓക്കെ, ബട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്. എനിക്ക് അഭിനയമൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര സൂപ്പറാണ് കേട്ടാ. താങ്ക് യു ചേട്ടാ. അത് ഓക്കെ ചേട്ടാ, ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷേ ഒരു ഭയങ്കര ഒരു ശല്യം പോലെ തോന്നുന്നു ചേട്ടാ. അങ്ങനെ പറയാം, അത്രേ പറയും. വീണ്ടും അയാൾ അങ്ങനെ കറങ്ങി വന്നിട്ട് പറയണം ഡിസ്റ്റർബൻസ് ആയ. അപ്പൊ കുറച്ചുകൂടെ ഞാൻ ദേഷ്യപ്പെട്ടു വന്നാൽ എങ്ങനെ പറയും? ഡയറക്ടറാണല്ലോ, ഡയറക്ടറാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഓക്കെ. ഞാൻ നഴന്നുള്ള പടമില്ലേ, അല്ലയോ എനിക്ക് കണ്ടിട്ട് മതിയാവില്ല. ഞാൻ 10 പ്രാവശ്യം കണ്ടേട്ടാ, 10 പ്രാവശ്യം. താങ്ക് യു ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര. ഓക്കെ ചേട്ടാ പ്ലീസ് ചേട്ടാ, മനസ്സിലായി ചേട്ടാ. എന്തിനാണ് ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. പ്ലീസ് 2, 3, 4 പ്രാവശ്യം ഒക്കെ കണ്ടോളൂ, പക്ഷെ പ്രശ്നമില്ല. പക്ഷെ എങ്ങനെ ഒരു സെൽഫി എടുത്തോട്ടാ? സെൽഫി ഉണ്ടോ? ഫോണൊക്കെ ഉണ്ടോ ചേട്ടാ? ഫോണില്ല ചേച്ചി, ഞാൻ സെൽഫി തരാം. ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ നമ്പറിൽ എങ്ങനെ തരാൻ പറ്റും? അത് പറ്റില്ല. എൻ്റെ നമ്പറില്ല, എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു തരുമോ? ഇതിപ്പോ എന്താണ് നിങ്ങൾ? ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡിസ്റ്റർബൻസ് ചെയ്യുന്നു. ഡിസ്റ്റർബൻസ് അല്ല, ഇത് ഡിസ്റ്റർബൻസ് അല്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ ഫോൺ വേണോന്നൊക്കെ പറയുന്നത്? പിന്നെ ആവശ്യം ഞാൻ പോട്ടെ, അപ്പോഴേ അതായിരിക്കും നല്ലത്. ഞാൻ പോണു. ശരി. അയാൾ വീണ്ടും വരികയാണ്. ഇനി ദേഷ്യത്തിൽ എന്തായിരിക്കും മറുപടി എന്നുള്ളതാണ്. ഡയറക്ടറാണല്ലോ. അതെ, എന്താ വന്നു? എന്താണ് ചേട്ടാ, എന്താ കാര്യം? ഞാൻ അവിടെ പോയപ്പോ കുറച്ച് വാങ്ങിച്ചു തരുമോന്ന് ചോദിച്ചു. എന്താണ്? മോഹൻലാലേ, മോഹൻലാൽ അവിടെ ഷൂട്ടിങ് ഇരിക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്യില്ല. അയ്യോ, മോഹൻലാലിനൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കും? ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ് കാര്യം? മൈൻഡ് ചെയ്യില്ല.
ഓ അങ്ങനെ, ആ ശരി ശരി. മോഹൻലാൽ വലിയ ആളാണെങ്കിൽ മോഹൻലാലിനും ഉള്ള എനിക്കെന്തര്. ഓ അങ്ങനെ. എനിക്ക് പക്ഷെ ചേച്ചിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവനാണ്. ചേട്ടാ ചേട്ടാ നിങ്ങൾ പ്ലീസ് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കില്ല പ്ലീസ്. ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ നിങ്ങൾ എനിക്ക് എന്താ നിങ്ങൾ അവിടെ ലാലേട്ടന്റെ ഷൂട്ട് നടക്കില്ല. എനിക്ക് മോഹൻലാലും ഒരു പ്രശ്നമല്ല. എനിക്ക് മോഹൻലാലും മമ്മൂട്ടി ഒന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ചേച്ചിയാണ് പ്രശ്നം. ഇപ്പൊ എന്താ വേണ്ട നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി, അതല്ലേ ഞാൻ വന്ന് ചോദിക്കുന്നേ. മനുഷ്യ എല്ലാവരും എന്നിങ്ങനെ നോക്കണം. നിങ്ങൾ ഇങ്ങനെ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ എന്തോ ഉടക്കുന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഒന്ന് മാറി നിൽക്കുക മനുഷ്യ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പ്ലീസ്. ഞാൻ എന്ത് ചെയ്യണം പറയണേ ചേച്ചി? ഞാൻ ശകലം കഴിച്ചുകൊണ്ട് അത് ഓക്കെ, പക്ഷെ നിങ്ങൾ എന്നെ വിട്ടേക്ക്. നിങ്ങൾ എത്ര പേരുണ്ട്? പേടിച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിഞ്ഞനെ. ഞാൻ പിടിച്ചാൽ എന്ത് ചെയ്യും? പേടിച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിഞ്ഞനെ, അത് വേറെ വിഷയം. ഞാൻ പിടിച്ചാൽ എന്ത് ചെയ്യും? ഇതല്ല എനിക്ക് ഇതെല്ലാം അയ്യോ. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. കാരണം ആവശ്യമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ വിവരം അറിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സി ലോഹിതദാസ് ഉത്തരം ശരിയാണ്. അയ്യോ.